LDF സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുൾ ജലീൽ കോയത്തങ്ങളുടെ ബന്ധുവീട്ടിലേക്ക് ലീഗ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായുണ്ട്. ഇംതിയാസ്, ഈ അക്രമികൾ ലീഗുകാരാണ്. ഇപ്പോൾ എത്ര പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പറയുമ്പോൾ ഇതൊരു ആൾക്കൂട്ട ആക്രമണം എന്നോണമാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ആൾക്കൂട്ട ആക്രമണം എന്ന രീതിയിൽ തന്നെയാണ് താമരശ്ശേരി പോലീസ് ഇതിനെ കാണുന്നത്. കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം. പുതുപ്പാടി പഞ്ചായത്തിലെ വാർഡ് 18-ലെ സ്ഥാനാർത്ഥിയായിരുന്നു, LDF സ്ഥാനാർത്ഥിയായിരുന്നു അബ്ദുൾ ജലീൽ കോയത്തങ്ങൾ. അദ്ദേഹം പരാജയപ്പെട്ടു. എന്നാൽ ലീഗ് അവിടെ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആഹ്ലാദ പ്രകടനമാണിത്. ആഹ്ലാദ പ്രകടനം ഇദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലെത്തി. അതായത് അബ്ദുൾ ജലീൽ കോയത്തങ്ങളുടെ ബന്ധുവിന്റെ വീടാണ്. ആ ബന്ധുവിന്റെ വീടിന്റെ പടിക്കലെത്തിയപ്പോൾ അവിടെ വെച്ച് ചില പ്രവർത്തകർ അസഭ്യം പറഞ്ഞു. ഈ അസഭ്യം പറയുന്നതിനിടയ്ക്കാണ് കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു വീട്ടുമുറ്റത്തേക്ക് എറിഞ്ഞത്. അത് അവിടെ ഈ സംഘർഷം ഉണ്ടായതോടുകൂടി ആ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളടക്കം കരയുന്നതിന്റെ ശബ്ദവും നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാം. അത്രത്തോളം ഭയാനകരമായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യം പ്രചരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവരുടെ ബന്ധുക്കൾ തന്നെ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. ആ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഇതിലൊരു അറസ്റ്റോ മറ്റു നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് മാത്രമാണ് കാര്യം. അക്ഷയ, ഇംതിയാസാണ് വിവരങ്ങൾ നൽകുന്നത്. കോഴിക്കോടാണ് LDF സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. പുതുപ്പാടി പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുൾ ജലീൽ കോയത്തങ്ങളുടെ ബന്ധുവീട്ടിലാണ് ഇത്തരത്തിലൊരു അക്രമം അരങ്ങേറിയത്.